നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ആരാക്കണമെന്നാണ് ആഗ്രഹം? കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് മുന്നിലേക്കെത്തുന്ന ഈ ചോദ്യത്തിന് ബഹുഭൂരിഭാഗം രക്ഷിതാക്കളുടെയും ഉത്തരം ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ. മിക്കവരും മക്കൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ എഞ്ചിനീയർ ആക്കണമെന്ന് തീരുമാനമെടുക്കാറുമുണ്ട്. മക്കൾക്കും ഒപ്പം മാതാപിതാക്കൾക്കും സമൂഹത്തിന് മുന്നിൽ ലഭിക്കുന്ന സ്റ്റാറ്റസ് തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 115 ദശലക്ഷം തൊഴിലവസരങ്ങളാണ് 2030 ഇന്ത്യക്ക് സൃഷ്ടിക്കേണ്ടത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതിന്റെ ഭാഗമായി ഉൽപാദനവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്. ഇത് രാജ്യത്തെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. പ്രതിവർഷം 15 ലക്ഷം എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് ഇന്ത്യയിൽ നിന്നും പഠിച്ചിറങ്ങുന്നത്. എന്നാൽ ഇതിൽ ആകെ ഏകദേശം 60% പേർക്ക് മാത്രമേ തൊഴിൽ ലഭിക്കുന്നുള്ളൂ എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് 2.5 ലക്ഷം പേർക്ക് മാത്രമാണ് ജോലി ലഭിക്കുന്നത്. അതിൽ തന്നെ വ്യാവസായിക നിലവാരം പുലർത്തുന്ന ജോലി ലഭിക്കുന്നത് 45% പേർക്ക് മാത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ് സേവനദാതാവെന്ന് അവകാശപ്പെടുന്ന ടീം ലീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ സാമ്പത്തിക വർഷം ബിരുദം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന എഞ്ചിനീയർമാരിൽ ആകെ 10% പേർക്ക് മാത്രമേ ജോലി ലഭിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ പൗരന്മാരെ സാമ്പത്തികപരമായി സ്വയം പര്യാപ്തതയാക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിനിന്റെ പ്രചാരണത്തിനിടയിലാണ് ഈ പ്രതിസന്ധികളെല്ലാം പിറക്കുന്നത് എന്നോർക്കുക. 2023 നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ രാജീവ് കുമാറിന്റെ പ്രസ്താവന പ്രകാരം മാനേജ്മെന്റ് ബിരുദധാരികളായ 45% ബിരുദധാരികളും എഞ്ചിനീയറിംഗ് പഠിച്ച 48% പേരും തൊഴിൽ രഹിതരാണെന്ന് പറയപ്പെടുന്നു. മറ്റൊന്ന്, ഇന്ത്യയിലെ പ്രശസ്ത സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള 36% ബിരുദധാരികൾ തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കുന്ന ഭയാനകമായ സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ നേരിടുന്ന ഈ പ്രതിസന്ധി രാജ്യത്തിന്റെ ഭാവിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയും ഈ മേഖലയ്ക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഗ്രേറ്റ് ലേണിംഗ് റിപ്പോർട്ട് കാണിക്കുന്നത് 67.5% എഞ്ചിനീയർമാർ തങ്ങളുടെ ജോലിയെ AI പ്രതികൂലമായി ബാധിച്ചതായി കരുതപ്പെടുന്നു. കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു സർക്കാർ കോളേജിൽ നിന്ന് ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ 34-കാരിയായ മീനു എസ് ജോലി ഉപേക്ഷിച്ച് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരം പ്രതിസന്ധികൾ മുന്നിലുള്ളത് കാരണം വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് പഠനത്തിലേക്ക് വരാൻ മടിക്കുകയാണ്. ഇനി പഠിക്കാനായി എത്തുന്നവർ വിദ്യാഭ്യാസത്തിലെ ഗുണനിലവാരമില്ലായ്മ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഈ പ്രതിസന്ധി അധികൃതർ മുഖവിലക്കെടുത്തില്ലെങ്കിൽ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.